അപ്പം ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ, കുറേ ദിവസമായി പോകണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെറ്റായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും എൻ്റെ കൂടെ വാ, നമുക്ക് കാണിച്ചു തരാം എവിടെ. ഞാൻ ഈ തിരക്ക് പിടിച്ച് ഓടുന്നത് എൻ്റെ മുമ്പിൽ ഒരു ചെറിയ സാധനമുണ്ട്, അതായത് ഏച്ചിൻ്റെ മോനാണ്. ബാക്കി രണ്ട് പിള്ളേർ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവൻ അവരോട് എത്താനുള്ള ഓട്ടപ്പാച്ചലിലാണ്. അവ അവിടുന്ന് താഴെ വീഴണ്ടെന്ന് വിചാരിച്ച് ഞാൻ ബാക്കിൽ തന്നെ ഓടിയതാണ് കേട്ടോ. അതാണ് തൊടാനും സമ്മതിക്കില്ല, പിടിക്കാനും സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഐറ്റമാണത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഏകദേശം ഒരു ക്യാരക്ടർ മനസ്സിലാവും. പിന്നെ ഇത് സ്വന്തമായി തുള്ളണം, അതിസാഹസികമായി സ്വന്തമായി തുള്ളണം എന്നെ സ്വന്തമായി തുള്ളിച്ച്. അതിനുശേഷം പിന്നെ ഒരൊറ്റ പോക്കായിരുന്നു, ജെറ്റ് വിട്ട പോലെ. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ഒതുങ്ങിയില്ല സാധനത്തിന്. അപ്പോൾ സംഭവം എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴി ഞാൻ വയലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പം നമുക്ക് കാണാൻ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒന്നും തോന്നിയിട്ടില്ലായിരിക്കാം, പക്ഷേങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ഞാൻ അവിടെ നിന്ന് പോയോണ്ടാണോ എന്നറിയില്ല, പോയിട്ട് പിന്നെയും വന്നുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർപ്പാണ്, ഒരു പച്ചപ്പാണ് മനസ്സിന്, ആ വയൽ പോലെ തന്നെ. പിന്നെ ഇവിടുത്തെ സ്റ്റാർ പൂക്കൾ, ഓരോ സ്റ്റാർ പൂക്കൾക്കും കുറേ കഥകൾ പറയാനുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതേ ഒരുത്തൻ അവിടെ നിന്ന് തലകുത്തി വീഴാനൊക്കെ പോയിട്ടുണ്ട്. ഇവരൊന്ന് കളി കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ പറമ്പിൽ ഇറങ്ങാത്ത പോലത്തെ കളിയാണ്. പക്ഷേ ഇവർ പോവലൊക്കെ ഉണ്ട്. പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് കേട്ടോ ഇവിടെ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മുന്നേ ഇങ്ങനെ ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്, കുറച്ച് മുന്നേ എടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു, നല്ല സുഖമായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ പുഴയുടെ സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കവിടെ മുന്നിൽ തന്നെ പുഴയുണ്ട്, പിന്നെ കുറച്ച് ഇതുപോലത്തെ വയലുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ. പിന്നെ ഇവരവിടെ നിന്ന് ഡിസ്കോ കളിക്കുന്നുണ്ടായിരുന്നു. ഈ ബാക്കിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഒരു ഈവനിങ് ഫ്രീ ആയപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയതാണ്. പിന്നെ ഓരോരുത്തരെ പ്രവർത്തികളിലായി. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഫോട്ടോന് വേണ്ടി പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ലിയാമിനോട് എത്ര തവണ പറഞ്ഞിട്ട് അവന് ഫോട്ടോ വരുന്നില്ല. ആ പറമ്പിൽ എന്താണെന്നറിയില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവന് ഒടുക്കത്തെ ചാട, ഫുൾ ആറ്റിറ്റ്യൂഡായിരുന്നു. ആകെ കൂട്ടത്തിൽ ഇത്തിരിയുള്ള ഒരു കാന്താരിയുടെ അത്ര ഉള്ളെങ്കിൽ പോലും എൻ്റെ സ്വഭാവം വളരെ വലിയ സ്വഭാവം. അന്ന് വായിലെന്നാവും അവനേക്കാൾ 2 ഇരട്ടി നീളമുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ വലിയ ചാടിയാണ്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി കളി കളിച്ചാലെന്ന് പറഞ്ഞ് ഈ വീഡിയോയിൽ, ഈ വ്ളോഗിൽ ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് വിചാരിച്ച 2 വീഡിയോയിൽ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്, ഈ ഓടി കളിക്കുന്ന വീഡിയോ. ചിലപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്ക് വട്ടാണെന്ന്. പക്ഷേ എനിക്ക് വട്ടം തന്നെ. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ അവരുടെ കൂടെ അവരുടെ ആ ഒരു ഓളത്തിലങ്ങ് ആയിപ്പോയി. ലിയാമിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നെ പേടിച്ചിട്ടാണോ അല്ലെ എൻ്റെ ചാനൽ പേടിച്ചിട്ടാണോ, അവൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അറിയാം, പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, എൻ്റെ അടുത്തേക്ക് അവൻ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ച്, എന്തായാലും അവിടെ നിന്ന് വന്നല്ലേ, നമ്മൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ നിന്ന് കുറച്ച് ഷോക്ക് ഇറക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അവിടെ വന്ന ദൗത്യം ഈ പൂക്കളൊക്കെ പറയാനായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഓണത്തിനൊക്കെ കൂടുമ്പോഴൊക്കെ ഇല്ലേ, നമ്മൾ ഈ സ്റ്റാർ പൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമ്മളിത് ഒരിക്കലും ഒഴിവാക്കില്ല. അങ്ങനെ പിന്നെ എനിക്ക് വട്ടായി, ഞാനിങ്ങനെ വടേക്ഷിനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നടക്കുന്ന കണ്ടിട്ട്. അപ്പോൾ അവിടെ അറ്റത്തെത്തിയപ്പോൾ എൻ്റെ അച്ഛൻ അവിടെ പശുവിനെ കൊണ്ടേ കെട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ സ്വന്തം പശുവാണ്, എന്നാലും എനിക്ക് പശുവിനെ പേടിയാണ് കേട്ടോ, ഞാൻ അടുത്തേക്കൊന്നും പോകില്ല. അപ്പോൾ ഇനി എൻ്റെ ഈ കളി കണ്ടിട്ടാണോ എന്നറിയില്ല, ലിയാവ് ഞാൻ പോകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം ഇവൾ എന്താണ് ഈ കളിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് ആ പൂക്കൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതെടുത്ത് തലയിൽ വെച്ചാണ്. പിന്നെ അന്ന് എൻ്റെ രാത്രിത്തെ സ്റ്റാറ്റസ് കണ്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ടും, ആ ഫോട്ടോ ഞാനവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. പുഴയിൽ ഇറങ്ങുന്ന ഒരു സൈഡാണത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ലിയാമിനോട് ഞാൻ പറഞ്ഞു ഒന്ന് നോക്കടാ, ഒന്ന് എൻ്റെ വീഡിയോക്ക് നോക്കി ഒന്ന് ചിരിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു ചിരി അമ്മ പാസ്സാക്കി തന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ പുഴയിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ പുഴയ്ക്ക് നമുക്ക് നിന്ന് വെള്ളം കാണാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ചങ്കും മങ്കും കൂടി മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ. നമുക്ക് വഴിയൊക്കെ ബൈ ഹാർട്ടാണ്, കാരണം ഇവരെ നമ്മളിവിടെ നിർത്തിക്കുന്നത് തന്നെ നമുക്ക് പുഴയിൽ പോയി നോക്കിയാലോ, നമുക്ക് അവിടെ പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നോട് ആ ചോട്ട മുന്നിൽ പോകുന്നതുണ്ടോ നിങ്ങൾ, അവൻ്റെ അമ്മേനോട് അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അമ്മ എന്നെ എടുക്കരുതേ, മേമനെ മാത്രമേ എടുക്കാവുള്ളൂ, എന്നെ എടുക്കരുത്, ഞാൻ വീഡിയോയിൽ വരില്ല, ഒരു പ്രാവശ്യം എടുത്തല്ലേ. അപ്പോൾ വലിയ ആൾക്കാരെ വർത്താനാണ് മൂപ്പർക്ക്. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു മാവ് കണ്ടിട്ട് മാങ്ങ ഇടാൻ വേണ്ടി എത്തി നോക്കി. അപ്പോൾ പിന്നെയുണ്ട് എൻ്റെ ഏച്ചി വലിയ ക്യാമറമാനെ പോലെ അതിൻ്റെ ഇടയിൽ ഒരു മാങ്ങേനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ സാഹസികത ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ പിന്നെയും ഓടിയിട്ടോ, അവൻ എൻ്റെ വേഗത്തിൽ തന്നെ വരുന്നുണ്ട്. എൻ്റെ വിചാരം മേമനെ മാത്രമേ എടുക്കുന്നുള്ളൂ, പിന്നെ അവനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന വിചാരം. ഇനി ചിലപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് മൂപ്പർ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ ചെറിയൊരു പാലം ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് കടക്കുമ്പോൾ തന്നെ ഇവന് 10,000 സംശയമായിരുന്നു. ഇതിൽ പാമ്പുണ്ടോ, ഇതിൽ മുതലയുണ്ടോ, ഇതിൽ തവളയുണ്ടോ മേമേ, ഫുള്ള് സംശയമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പുഴയുടെ സൈഡ്. ഞാൻ പണ്ട് ഒരു ടിക്ടോക്കുള്ള സമയത്ത് ടിക്ടോക്കിലെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ പുഴ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്കൊന്ന് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ പിന്നെ ഇപ്പോഴാണ്. ചെറിയൊരു വ്യൂ ആണ്, പക്ഷേങ്കിൽ നമുക്കിവിടെ ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട്. നമുക്കൊരുപാട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വരും. അങ്ങനെയൊക്കെ നല്ലൊരു സ്ഥലമാണ്. ഒരു ബാംബൂസലുണ്ട് കുറേ, അതിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ടുള്ളൊരു നല്ല പ്ലേസാണ്. പിന്നെ ഇവരൊക്കെ മാങ്ങ പെറുക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നേ. അവിടെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ പെറുക്കാൻ വേണ്ടി നിന്ന് ഞാനപ്പോൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാങ്ങയൊക്കെ ഇങ്ങനെ പെറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെല്ലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു,
ഒരു മാങ്ങയുണ്ട്, ഞാൻ എറിഞ്ഞിട്ടാലോ, മാങ്ങ എറിയട്ടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ എറിഞ്ഞോ, ഞാൻ അതും കൂടെ വീഡിയോ കാണിക്കാം. മാങ്ങ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ അവൻ എറിയുമ്പോൾ മാങ്ങ വീഴുന്നത് ചിലപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും. കറക്റ്റ് ഉന്നം, നല്ല ഒരു ഏറുന്ന മാങ്ങ അവിടെ വീണിട്ടാ. അപ്പോൾ നമ്മൾ ആ മാങ്ങയൊക്കെ പോയി എടുത്ത് അവിടുന്ന് കുറച്ച്, അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനതങ്ങ് അഭിനന്ദിച്ച് കൊടുത്തു, കാരണം നമ്മളത് അഭിനന്ദിക്കേണ്ടതാണല്ലോ അതൊക്കെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിത് ഒന്ന് ചുറ്റിയടിച്ച് റൗണ്ട് അടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അന്നത്തെ ഈവനിങ് നല്ല രസമുണ്ടായിരുന്നു, പിള്ളേർക്ക് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും വെറുതെ ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ബൈ ബൈ, സീ യു.